പെരുമാളുടെ ആരാധനാ മഹോത്സവത്തിന് തിരിതെളിഞ്ഞു. ഐസി മൂൺ ഐസ്ക്രീം, എ ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്. പയ്യന്നൂരിന് ഇനി ഉത്സവരാവുകൾ. കേരളത്തിലെ പഴനി എന്നറിയപ്പെടുന്ന പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ആരാധനാ മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം. നവംബർ 30 വരെ വിവിധ ക്ഷേത്രാചാര ചടങ്ങുകളും താളമേളപ്പെരുക്കങ്ങളും കലാസാംസ്കാരിക പരിപാടികളോടെയുമാണ് പെരുമാളുടെ ആരാധനാ മഹോത്സവം നടക്കുന്നത്. മഹോത്സവത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും രാത്രി നടക്കുന്ന കലാസാംസ്കാരിക പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം VP സുമിത്രൻ സ്വാഗതവും ജ്യോത്സ്യൻ AV മാധവ പൊതുവാൾ അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ TI മധുസൂദനൻ MLA നിർവഹിച്ചു. സുബ്രഹ്മണ്യന്റെ നമ്മുടെ ഈ ദിശയിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഇടമാണ് പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. പയ്യന്നൂർ സുബ്രഹ്മണ്യനെ കുറിച്ചിട്ടുള്ള ഐതിഹ്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാവർക്കും ഏറെക്കുറെ അറിയാം. ആ പെരുമാളുടെ ഒരു ചൈതന്യം വിശ്വാസപരമായി നടക്കുന്നവരുടെ എല്ലാ മനസ്സിലെ ഒരു വെളിച്ചമാണ്, കരുത്താണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ ഭാഗത്ത് ഏറ്റവും വിസ്തൃതമായിട്ടുള്ള ഒരു ചിറയാണ് പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ ചിറ. അത് നവീകരിക്കുക എന്ന് പറയുന്നത് വലിയ ഉത്തരവാദിത്വമാണ്. ഞങ്ങളതിന് നീക്കി വെച്ചത് 50 ലക്ഷം രൂപയാണ്. 50 ലക്ഷം രൂപയല്ല നീക്കി വെച്ചത്, അത് 1 കോടി രൂപയാണെങ്കിലും ആ നവീകരണം നടക്കണമെന്നുള്ള തീരുമാനത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. ചലച്ചിത്ര താരം M മുകേഷ് MLA മുഖ്യാതിഥിയായി പങ്കെടുത്തു. ആദ്യം തന്നെ ഇത്രയും ഭക്തി നിർഭരമായ ഒരു സ്ഥലത്തേക്ക്, അതും ഈ ദിവസം എന്നെ ക്ഷണിച്ച ശ്രീ മാധവ പൊതുവാളിന് പെരുമാളെന്ന് നേരത്തെ പറഞ്ഞതുകൊണ്ട് തെറ്റിപ്പോയി. പൊതുവാളിന് ഞാൻ ആദ്യം തന്നെ എൻ്റെ നന്ദിയും സ്നേഹവും അറിയിപ്പിക്കുകയാണ്. ഈ ദിവസം തന്നെ വരാൻ കഴിഞ്ഞത് എന്ന് പറയുന്നത് 16 ദിവസം നീണ്ടു നിൽക്കുന്ന, അത് ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള 1500 കൊല്ലം പഴക്കമുള്ള ഏറ്റവും പ്രശസ്തമായ ഈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ കലാപരിപാടികളുടെ ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ചതാണ്. മറ്റൊരു സന്തോഷം, എൻ്റെ തലമുറ പല കാര്യത്തിലും ഇപ്പോഴുള്ള തലമുറയേക്കാൾ അല്ലെങ്കിൽ തൊട്ട് കഴിഞ്ഞ തലമുറയേക്കാൾ ഭാഗ്യവാന്മാരാണെന്ന് ഞാൻ പറയും. കാരണം ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കലാപരിപാടികൾ, നാടകമായാലും കഥാപ്രസംഗമായാലും ഗാനമേളയായാലും വില്ലടിച്ചാമ്പാട്ടാണെങ്കിലും ഓട്ടം തുള്ളലാണെങ്കിലും എല്ലാം തന്നെ, നൃത്തമാണെങ്കിലും ഒക്കെ നേരിട്ട് കാണാൻ ഭാഗ്യം ലഭിച്ച ഒരു തലമുറയാണ്. എനിക്ക് എൻ്റെ ചെറിയ പ്രായത്തിൽ സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ വൈകുന്നേരങ്ങളിൽ പ്രത്യേകിച്ചും ചെറുപ്പക്കാരെയും കൗമാര പ്രായക്കാരെയും വീടുകളിൽ കാണില്ല. എല്ലാവരും തന്നെ അമ്പലപ്പറമ്പുകളിലാണ്, പള്ളിപ്പറമ്പുകളിലാണ്, കൂടുതലും അമ്പലപ്പറമ്പുകളിലാണ് കലാപരിപാടികൾ ആസ്വദിക്കുന്നത്. വെളുക്കുന്നത് വരെ അല്ലെങ്കിൽ പാതിരാത്രി വരെ അത് ഒരു ശീലമായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കലാ പ്രസ്ഥാനങ്ങളെ, കലയെ വളർത്തിയതിൽ ഏറ്റവും 100% എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കിയുള്ള ഫൈൻ ആർട്ട് സൊസൈറ്റികളും അതും ഇതുമൊക്കെ ഒരു 2% ഒതുങ്ങുന്നവരാണ്. ബാക്കി 98% കലയെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് ക്ഷേത്രങ്ങളും അവിടെ വരുന്ന ജനങ്ങളുമാണ്. തിങ്ങി നിറഞ്ഞ വേദികളാണ്. മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ TC ബിജു, കണ്ണൂത്ത് വേണുഗോപാലൻ, MS ഗോപാലൻ, അസിസ്റ്റന്റ് കമ്മീഷണർ K പ്രമോദ് കുമാർ എന്നിവർ വിശിഷ്ടാതിഥികളായെത്തി. വിശിഷ്ടാതിഥികളെ വേദിയിൽ വെച്ച് ആദരിച്ചു. ട്രസ്റ്റി അംഗങ്ങളായ അനിൽ പുത്തലത്ത്, AK രാജേഷ്, ശ്രീനിവാസൻ കാമ്പ്രത്ത്, രഘു കലിയന്തിൽ, രാജു അത്തായി, KV പ്രകാശ് ബാബു, VA കലേഷ് കുമാർ, ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ രാമനാഥൻ മാസ്റ്റർ, K ശിവകുമാർ, രാജേഷ് CK,
ആർ പ്രമീള എന്നിവർ സംസാരിച്ചു. എക്സിക്യൂട്ടീവ് ഓഫീസർ KSP സുനിൽകുമാർ നന്ദിയും പറഞ്ഞു. തുടർന്ന് തിരുവനന്തപുരം അജന്തയുടെ വംശം നാടകവും അരങ്ങേറി. മഹോത്സവത്തിൻ്റെ ഭാഗമായി 29 വരെ കേരളത്തിലെ പ്രശസ്തരായ മേളപ്രമുഖർ നയിക്കുന്ന വാദ്യമേളങ്ങളും എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് പ്രശസ്തരായ വ്യക്തികളും കലാസംഘടനകളും കലാപ്രതിഭകളും അവതരിപ്പിക്കുന്ന വിവിധ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. 30 സമാപന ദിവസം ഉച്ചക്ക് 10,000-ങ്ങൾക്കുള്ള പ്രസാദ ഊട്ട്. രാത്രി 11 മണിക്ക് ഉത്സവ സമാപനം കുറിച്ചുകൊണ്ട് ഭഗവതിത്തറയിൽ കളത്തിലേരി എന്നിവയോടെയാണ് പെരുമാളുടെ ആരാധനാ മഹോത്സവത്തിന് തിരശീല വീഴുക. വടക്കൻ വാർത്തകൾ, ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. IC Moon Ice Cream, a Janata Charitable Society product.